السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖക്കുമുല്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ പരാമർശിക്കുന്നത് എന്താണ്? ആയത്ത് അവതീർണമാകാൻ കാരണം എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. മഹാന്മാരാകുന്ന മുഫസ്സിരീങ്ങൾ അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്ന മക്കയിലുണ്ടായിരുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വഭാവ ഗുണം മനസ്സിലാക്കി അവരുടെ നന്ദികേടും അള്ളാഹുവിനെ നിഅമത്തിനെ തിരസ്കരിക്കുന്ന, വില കുറച്ച് കാണുന്നൊരു വിഭാഗം സാധുക്കളായ മുഅ്മിനീങ്ങളായ മിസ്കീന്മാരായ ആളുകൾ ആവശ്യം തേടി, സഹായം തേടി അവർക്ക് മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവരോട് തിരിച്ചു മറുപടി പറയുന്നത്, നിങ്ങൾ ഏത് രക്ഷിതാവിനോടാണോ രാപ്പകലുകളെന്നില്ലാതെ നിങ്ങൾ ദുആ ചെയ്യുന്നത്, നിങ്ങളിൽ ഇല്ലരിതായ്മകളും കുറവുകളും പരാതികളും പറയുന്നത്, ആ റബ്ബിനോട് നിങ്ങൾ പോയി ചോദിക്ക്. എനിക്ക് സമ്പത്ത് തന്നത് ഞാൻ ആർജിച്ചെടുത്തതും ഞാൻ സമ്പാദിച്ചതുമാണ്. നിങ്ങൾക്ക് റബ്ബ് തടഞ്ഞ സമ്പത്ത് ഞാൻ എന്തിന് തരണം എന്ന് അവർ മറുപടി പറഞ്ഞു. അങ്ങനെ ഒരു വിഭാഗം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ എന്തിന് അങ്ങനെ പടച്ചു? കുറച്ച് സമ്പന്നനെയും കുറച്ച് ദരിദ്രനെയും. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സൃഷ്ടിച്ചത്? എല്ലാവരെയും സമ്പന്നന്മാരാക്കാൻ പാടില്ലായിരുന്നു. പാവപ്പെട്ടവനെ സഹായിക്കാൻ ധനവാനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യമാണ്. അതൊരു പ്രപഞ്ചത്തിന്റെ ഒരു കൽപ്പനയാണത്. ഓരോ സൃഷ്ടികളോടുമുള്ള ഒരു കൽപ്പനയാണ്. അത് മനുഷ്യ വിഭാഗം എന്നല്ല, മൃഗങ്ങളും പക്ഷികളും പറവകളും അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അത് പ്രപഞ്ചത്തിന്റെ ആ ഒരു സൃഷ്ടി വൈഭവം അങ്ങനെയാണ്. മാനസികമായ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു ചിന്ത അങ്ങനെയാണ്. ഒരു പക്ഷി, കാക്കക്കൂട്ടങ്ങളിൽപ്പെട്ടൊരു കാക്കയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ, ഏതെങ്കിലും ഭാഗത്ത് കാക്ക ചത്ത് കിടക്കുന്നത് കണ്ടാൽ കാക്കകൾ അതിന്റെ മുകളിൽ നിന്ന് വട്ടമിട്ട് വല്ലാതെ ശബ്ദമുണ്ടാക്കി കരഞ്ഞു വിളിക്കുന്ന നമ്മൾ കാണാറുണ്ട്. ഏതെങ്കിലും മൃഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റു മൃഗങ്ങൾ വന്ന് ശബ്ദമുണ്ടാക്കാറുണ്ട്. അവരുടെ ആ ഒരു ഖേദം അവരറിയിക്കുകയാണ്. ഇതിനെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. കഴിയുമെങ്കിൽ അവർ അതിനെ, ആ ജഡത്തെ അല്ലെങ്കിൽ ആ ചത്ത ജീവിയെ എടുത്തുകൊണ്ടുപോകും അവർ. അങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഇത് അല്ലെങ്കിൽ ഒരു ജീവിക്ക് മറ്റു ജീവിയോടുള്ള ഒരു അനുകമ്പയാണ്. ആരോഗ്യഘട്ടത്തിൽ ആരോഗ്യമില്ലാത്തവരെ സഹായിക്കുക, ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കുക എന്നൊരു പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടി വൈഭവം അങ്ങനെ അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. മനുഷ്യരെ അങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത് മാത്രമല്ല, അവരോടായി അല്ലാഹു തആല പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ട് അല്ലാഹു തആല അങ്ങനെ സൃഷ്ടിച്ചു? ഒന്നാമതായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ലൗ ശാ അല്ലാഹു ലജഅലകും മഗ്നിയ. അല്ലാഹു തആല ഒന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅലകും മഗ്നിയ, നിങ്ങളെ മുഴുവൻ ആളുകളെയും അല്ലാഹു തആല സമ്പന്നനാക്കുമായിരുന്നു. എങ്ങനെ സമ്പന്നനാക്കും? കുല്ലുക്കും ലാ ഫഖീറ ഫീക്കും. ഒരു ദരിദ്രനെ മശീട്ട് നോക്കിയാൽ പോലും കാണാത്ത വിധം നിങ്ങളെ മുഴുവനും സമ്പന്നൻ അല്ലാഹു തആല ആക്കാമായിരുന്നു.
അതുപോലെ വലൗ ശാ അല്ലാഹ് ലജഅലകും ഫുഖറാ, അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ മുഴുവനും ദരിദ്രനാക്കാമായിരുന്നു. സമ്പന്നന്റെ സ്ഥിതിഗതി എന്തെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധം, സമ്പന്നൻ ആരാണെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധം ഈ ലോകം മുഴുവനും കുല്ലുക്കും ലാ ഗനിയ ഫീക്കും, നിങ്ങൾ ഒരാൾ പോലും നിങ്ങളെ കുടുംബത്തിലോ നാട്ടിലോ നിങ്ങളുടെ അറിവിലോ ഒരാളെ പോലും അല്ലാഹു സമ്പന്നനാക്കാതെ മുഴുവൻ ആളുകളെയും എന്താക്കാമായിരുന്നു? ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാക്കാമായിരുന്നു. വലാകിൻ, പക്ഷേ ഇവിടെ അല്ലാഹു തആല എന്ത് ചെയ്തു? ഇബ്തല ബഅ്ലുക്കും ബിബഅ്, നിങ്ങളെ ചിലരെ അല്ലാഹു തആല എന്ത് ചെയ്തു? ചിലരെക്കാൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചു. നിങ്ങളിൽ ചിലരെക്കാൾ എന്ത് ചെയ്തു? ദരിദ്രരാക്കിക്കൊണ്ട്, താഴേക്കിടയിലാക്കിക്കൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തു? ഒരു പരീക്ഷണം നടത്തിയതാണ്. ഇതൊരു പരീക്ഷണം മാത്രമാണ്. സമ്പന്നൻ ഒരിക്കലും മനസ്സുകൊണ്ട് വിചാരിക്കരുത് എനിക്ക് ഈ തന്ന സമ്പത്ത് അനുഗ്രഹമാണ് എന്ന്. എങ്ങനെയും കൂടി വിചാരിക്കണം, എനിക്ക് റബ്ബ് തന്നൊരു വലിയ അമാനത്താണ് എന്നതുപോലെ, അനുഗ്രഹമാണ് എന്നതുപോലെ ഒരു പരീക്ഷണ വസ്തുവാണ്. തന്റെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ വിചാരിക്കണം, റബ്ബെനിക്ക് തന്ന, എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം തന്നതല്ല, എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് റബ്ബെന്നെ ഇങ്ങനെ ആക്കിയതല്ല എന്നല്ല ചിന്തിക്കേണ്ടത്. ഇതൊരു പരീക്ഷണം മാത്രമാണ് എന്നാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾ മുഴുവനും സമ്പന്നനാക്കാം, അല്ലാഹുക്ക് കഴിയുമല്ലോ. നിങ്ങളിൽ ചിലരെ എന്തിനു വേണ്ടി? ചിലരെ കൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തത്. എന്നിട്ട് ചേർത്ത് വെക്കുന്നുണ്ട്, എന്തിനു വേണ്ടി? ലിയൻദുറ കൈഫ യതആമലുൽ അഗ്നിയ മഅൽ ഫുഖറാ, ഈ സമ്പന്നന്മാരെ ഈ പാവപ്പെട്ടവരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് റബ്ബിനൊന്ന് കാണണം. എങ്ങനെയായിരിക്കും അവരുടെ പെരുമാറ്റം, അവരുടെ സമീപനം? പാവപ്പെട്ടവർ തന്റെ നാട്ടിൽ, സമ്പന്നന്മാരുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ അവർ വന്ന് ചോദിക്കട്ടെ, ചോദിക്കാതിരിക്കട്ടെ, സുഭിക്ഷമായ ഭക്ഷണം അവൻ കഴിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ ഒരു പാവപ്പെട്ടവൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അവനോട് അവന്റെ സമീപനം എങ്ങനെയാണെന്ന് റബ്ബിനൊന്ന് അറിയണം. സുഭിക്ഷമായ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വലിയ കെട്ടിട സമുച്ചയങ്ങളിൽ അവൻ കിടന്നുറങ്ങുമ്പോൾ, വീട്ടിന്റെ അല്ലെങ്കിൽ വീടില്ലാതെ, വാടക വീട് പോലും കിടക്കാൻ വകയില്ലാതെ കടത്തിണ്ണകളിലും വഴിയോരങ്ങളിലും കിടന്നുറങ്ങുന്ന മനുഷ്യരെ കാണുമ്പോൾ അവന്റെ മനസ്സിൽ, വലിയ വീട്ടിൽ കിടക്കുന്നവന്റെ മനസ്സിൽ എന്തെങ്കിലും വേദനയോ പ്രയാസമോ അവനോടുണ്ടാകുന്ന ആ ഒരു സമീപനം എന്താണെന്ന് റബ്ബിനൊന്നറിയണം. ലിയൻദുറ, നോക്കി കാണുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല അങ്ങനെ സൃഷ്ടിച്ചത്. വകൈഫ യസ്ബിറുൽ ഫുഖറ. പിന്നെ ഒരു ചോദ്യമുണ്ട്, എന്നാ പിന്നെ അല്ലാഹു തആല ദരിദ്രൻ എന്തിന് ദരിദ്രനാക്കി? അതും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. എങ്ങനെ പരീക്ഷണയാവും? വകൈഫ യസ്ബിറുൽ ഫുഖറ, എങ്ങനെ അവന്റെ ക്ഷമ എങ്ങനെയാണെന്നും, അവന്റെ ദാരിദ്ര്യത്തിൽ റബ്ബിനെ പരാതി പറയുന്നുണ്ടോ, അല്ലെങ്കിൽ അവന്റെ ക്ഷമ നഷ്ടപ്പെട്ടിട്ട് ദാരിദ്ര്യത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യൻ മറ്റെന്തെങ്കിലും മോശമായ പ്രവർത്തനങ്ങളിലൂടെ സമ്പത്ത് ആർജിക്കുന്നുണ്ടോ എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ബിറുൽ ഫുഖറ, അല്ലാഹു എന്താണ്? സമ്പന്നന്റെ, പാവപ്പെട്ടവനോടുള്ള സമീപനം അറിയാൻ വേണ്ടിയിട്ടും ദരിദ്രന്റെ ക്ഷമയുടെ ആ ഒരു കണക്ക് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് അല്ലാഹു തആല അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചതെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു വെക്കുന്നത് ഇതാണ്. മുതലാളിമാർ സാധുക്കളോട് അലിവ് കാണിക്കുമോ എന്നറിയാൻ, സാധുക്കൾ റബ്ബിനോട് അക്ഷമരായി പൊറുതികേട് പറയുമോ എന്ന് നോക്കാൻ അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നസീബാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.